PCOD ഉള്ളവർക്ക് ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വണ്ണം കുറയ്ക്കാനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ലിവർ ശുദ്ധീകരിക്കുന്നതിനുമൊക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് തയ്യാറാക്കി കുടിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. സ്ത്രീകളിൽ കണ്ടുവരുന്ന PCODയെക്കുറിച്ചും PCOD ലക്ഷണങ്ങളെക്കുറിച്ചും PCOD ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നും അതോടൊപ്പം ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു നാച്ചുറൽ റെമഡിയെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പണ്ട് കാലത്ത്, അതായത് ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ്, PCOD എന്നത് 5% പെൺകുട്ടികളെ മാത്രം ബാധിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നത് 40% വരെ പെൺകുട്ടികളെ ബാധിക്കുന്ന ഹോർമോണൽ ഡിസോർഡറായി മാറിക്കഴിഞ്ഞു. 2-3 മാസത്തിനു ശേഷം മാത്രം ആർത്തവം വരിക, വന്നാൽ തന്നെ വളരെ കുറവ് ബ്ലീഡിംഗ് ആയിരിക്കും. വിവാഹശേഷം വന്ധ്യതാ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം തന്നെ ഈ രോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സാധാരണ സ്ത്രീകളെ അപേക്ഷിച്ച് PCOD ഉള്ളവരിൽ വന്ധ്യതാ സാധ്യത 10 ഇരട്ടിയായിരിക്കും. ഇതുമാത്രമല്ല, PCOD ഉണ്ടെങ്കിൽ അമിതവണ്ണം, കൊളസ്ട്രോൾ, പ്രമേഹ സാധ്യത, സന്ധിവേദന, ഫാറ്റി ലിവർ തുടങ്ങിയ പല രോഗങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലായിരിക്കും. സാധാരണ മാസമുറയുണ്ടാകുന്ന പെൺകുട്ടികളിൽ 2 ഭാഗത്തും അണ്ഡാശയം അഥവാ ഓവറി ഉണ്ട്. ഇതിൽ ഓരോ മാസവും ഓരോന്ന് വീതം അണ്ഡാശയത്തിൽ അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് PCOD ഉള്ള പെൺകുട്ടികളിലും സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ രോഗമില്ലാത്തവരിൽ ഈ അണ്ഡം വളർന്ന് പ്രത്യുൽപാദനത്തിന് പാകപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ PCOD ഉള്ളവരിൽ ഈ അണ്ഡം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നില്ല. ഇതിനാൽ ഈ അണ്ഡം ഓവറിയിൽ നിന്നും ഫെലോപ്പിൻ ട്യൂബിലേക്ക് പോകാതെ അണ്ഡത്തിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സ്കാനിങ് ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും, അണ്ഡാശയത്തിൽ തന്നെ പല മാസങ്ങളിൽ രൂപപ്പെടുന്ന ഇത്തരം അണ്ഡം ഇതേ രീതിയിൽ ചെറിയ മുകുളങ്ങളായി കാണപ്പെടും. PCOD രോഗാവസ്ഥയുള്ള പെൺകുട്ടികളിൽ മുഖത്ത് അമിത രോമവളർച്ചയുണ്ടാകുന്നതായിരിക്കും. സ്വരം പുരുഷന്മാരുടേതുപോലെ പരുക്കമായിരിക്കും. മുഖത്തും നിതംബം തുടഭാഗങ്ങളിലും തടി വയ്ക്കുന്നതിന് കാരണമാകും. മുഖക്കുരു കൂടുന്നതും നിറം കുറയുന്നതുമൊക്കെ PCOD ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ്. PCOD എന്ന രോഗാവസ്ഥ ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. ഇത്തരം പെൺകുട്ടികൾക്ക് ഷുഗറിനോട് താല്പര്യം കൂടും, ചോറിനോട് താല്പര്യം കൂടും. ചുരുങ്ങിയ സമയം കൊണ്ട് ഇവർ ധാരാളം കഴിക്കും. പക്ഷേ എത്ര ഭക്ഷണം കഴിച്ചാലും ക്ഷീണമായിരിക്കും ഫലം. ഇൻസുലിൻ പ്രശ്നം കാരണം കഴിക്കുന്ന ഭക്ഷണം കൊഴുപ്പായി ഇവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതിനിടയാകും. PCODക്ക് 2 കാരണങ്ങളാണുള്ളത്. 1 പാരമ്പര്യം, 2 ലൈഫ് സ്റ്റൈൽ. ഇതിനൊപ്പം ആർത്തവ ക്രമക്കേടുകളും കാണുന്നതായിരിക്കും. എല്ലാ മാസവും ആർത്തവം വരില്ല. ആർത്തവ ബ്ലീഡിംഗ് ആദ്യ 4 ദിവസ ശേഷം ഉണ്ടാകും. ഇത് ചിലപ്പോൾ 10 ദിവസം വരെ നീണ്ടു നിൽക്കും. ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് കടുത്ത വയറുവേദനയുണ്ടാകും. വിവാഹശേഷം അണ്ഡവളർച്ചയില്ലാത്തതിനാൽ ബീജസങ്കലനം നടക്കില്ല. ഇനി നടന്നാൽ തന്നെ ഗർഭപാത്രഭിത്തിയിൽ ഈ ഭ്രൂണത്തിന് പറ്റിപ്പിടിച്ചു വളരാൻ സാധിക്കില്ല. മാത്രമല്ല, PCOD ഉള്ളവർക്ക് അബോർഷൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് PCOD ഉള്ളവർക്ക് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ. PCOD ഉള്ളവർ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ പ്രോപ്പർ ഡയറ്റിലൂടെയും വർക്കൗട്ടിലൂടെയും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെയും നമുക്ക് PCOD എന്ന അവസ്ഥ കൺട്രോൾ ചെയ്യാവുന്നതാണ്. PCOD ഉള്ളവർ ഭക്ഷണക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണങ്ങളായിരിക്കണം നിങ്ങൾ കൂടുതലായും തിരഞ്ഞെടുക്കേണ്ടത്. തവിട് കളയാത്ത ധാന്യങ്ങൾ കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കടല, പയർ, മുതിര തുടങ്ങിയ പയർവർഗ്ഗങ്ങളെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. ഇലക്കറികൾ കഴിക്കാം. ക്യാരറ്റ്, ക്യാപ്സിക്കം, മറ്റ് പച്ചക്കറികളെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. മുട്ട, ചിക്കൻ, ഫിഷ് ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം. നട്ട്സ് ആൻഡ് സീഡ്സ് കഴിക്കാം. പഴങ്ങളിൽ ബെറീസ്, ആപ്പിൾ, പിയർ എന്നിവയെല്ലാം നിങ്ങൾക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ്. ഇനി ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് പറയുന്നത്. വൈറ്റ് ബ്രെഡ്, പാസ്ത തുടങ്ങിയ മൈദ ഉപയോഗിച്ചുള്ള സകല ഭക്ഷണ പദാർത്ഥങ്ങളും നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ മധുരമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും ഫ്രൂട്ട് ജ്യൂസസ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കണം. പാക്കറ്റ് ഫുഡുകളും വറുത്തതും പൊരിച്ചതുമായ ഭക്ഷ്യവസ്തുക്കളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക. ഇനി PCOD ഉള്ളവർക്ക് നല്ല ഇഫക്റ്റീവായ ഹോർമോൺ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് പറയുന്നത്. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ മല്ലിയിട്ട് വയ്ക്കുക. ഇത് രാത്രിയിലിട്ട് വയ്ക്കുക.
പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളവും മല്ലിയും കൂടെ നന്നായി തിളപ്പിക്കുക. അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. ചൂടാറിയതിനു ശേഷം ഇത് കുടിക്കുക. രാവിലെ വെറും വയറ്റിൽ വേണം ഇത് കുടിക്കാൻ. ഇതിനോടൊപ്പം നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നല്ലൊരു ഡയറ്റ് കൂടെ ഫോളോ ചെയ്യുക. PCOD നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും പേഴ്സണലായി ഡയറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്